കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ അഥവാ ISM ഈ ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസം 30-31 തീയതികളിൽ എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന മഹായുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ISM ജില്ലാ കമ്മിറ്റികളും ISM മണ്ഡലം കമ്മിറ്റികളും ISM ശാഖാ കമ്മിറ്റികളുമൊക്കെ ആ സമ്മേളനത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലുമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ മതിലകം പ്രദേശത്ത് ISM കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പൊതു പ്രഭാഷണം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മുറിവുണങ്ങാത്ത ഫലസ്തീൻ എന്ന വിഷയത്തിൻ്റെ കാലിക പ്രസക്തിയെപ്പറ്റി നമ്മൾ ആമുഖമായി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. വർത്തമാന കാലഘട്ടം കണ്ട ഏറ്റവും ഭീകരമായ, ഏറ്റവും ക്രൂരമായ, ഏറ്റവും പെരുകിയ വംശഹത്യയാണ് ഈ 2023 അവസാന മാസങ്ങളിൽ ഇസ്രായേൽ നടത്തുന്നത് എന്നത് ആ യുദ്ധത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഒരു സംശയവുമില്ല. ചരിത്രത്തിൽ ബോസ്നിയയായിരുന്നു ആധുനിക കാലഘട്ടത്തിൻ്റെ സമീപ സന്ദർഭങ്ങളിൽ ഏറ്റവും വലിയ മനുഷ്യ കുരുതി നടന്ന, വംശീയ ഉന്മൂലനം നടന്ന, ജനോസൈഡ് നടന്ന ഒരു കലാപ പ്രവർത്തനം, യുദ്ധപ്രവർത്തനം എന്ന് പറയാമെങ്കിൽ അതിനെപ്പോലും കവച്ചു വെച്ചുകൊണ്ടാണ് 15,000 മുകളിൽ മനുഷ്യന്മാരെ നിർദാക്ഷിണ്യം ബോംബിംഗ് ചെയ്തുകൊണ്ട് കൊന്നുകളഞ്ഞ ഇസ്രായേലിന്റെ നിലപാട്. അതിൽ 40% ചെറിയ കുട്ടികളാണ് എന്നത് കണക്കുകൾ പറഞ്ഞു തരാതെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. അത്രമാത്രം നിഷ്ഠൂരമായ ഒരു യുദ്ധത്തിന്, ഒരു വംശീയ ഉന്മൂലനത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ധാർഷ്ട്യം കാണിക്കുന്ന ഈ വേളയിൽ ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, ചില കേന്ദ്രങ്ങൾ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഫലസ്തീൻ കോസിനെതിരെയാണ് എന്ന ഒരു തെറ്റായ ധാരണ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കാനുള്ള വ്യാപകമായ പരിശ്രമത്തിലാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാന്യനായ മജീദ് സ്വലാഹിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് കാണേണ്ട ഒരു വിഷയത്തെ സംഘടനാപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് മാറ്റിമറിച്ച് അതിന്റെ പേരിൽ ഫലസ്തീൻ കോസിനെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുകയാണ് സോഷ്യൽ മീഡിയയിൽ ചില കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ ആരാണ് എന്ന് മുജാഹിദുകൾക്കറിയാം. ആ കേന്ദ്രങ്ങൾ എന്തിനാണ് പണിയെടുത്തത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനറിയാം. ആ കേന്ദ്രങ്ങൾക്കുള്ള അസുഖം എന്താണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനറിയാം. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനം ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ തള്ളിപ്പറഞ്ഞു എന്ന പച്ചക്കള്ളമാണ് ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം
ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, അത് നേതാക്കന്മാരായാലും പണ്ഡിതന്മാരായാലും, അവർക്ക് അഭിപ്രായ ഭിന്നത പുലർത്താവുന്ന ഭൗതികമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത പുലർത്താൻ സംഘടന എതിര് നിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഭിപ്രായ ഭിന്നത പുലർത്തുന്ന ഭൗതികമായ വിഷയങ്ങൾ, ഇനി വേണ്ട മതപരമായ വിഷയങ്ങളിൽ പോലും ഇഖ്തിലാഫുള്ള അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളിൽ ഓരോ ആളുകൾക്കും അവരവരുടെ പഠനത്തിന്റെയും മനനത്തിന്റെയും ഗവേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കുവാനുള്ള വിശാലമായ കാഴ്ചപ്പാട് പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം അതൊരഭിപ്രായം പറയും, ആ അഭിപ്രായം മുഴുവൻ മുജാഹിദുകൾ ഏറ്റെടുക്കണമെന്ന നിലപാട് ഈ പ്രസ്ഥാനത്തിനില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമായി വ്യാഖ്യാനിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമറിയുന്ന, അതിന്റെ നയ രൂപീകരണ സമ്പ്രദായം അറിയുന്ന ഒരാൾക്കും പാടില്ലാത്തതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയം ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ പിന്തുണക്കാത്തവർ എന്ന പേരിൽ പച്ചക്കള്ളം അടിച്ചുവിടുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇന്ത്യക്കും ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ടായിരുന്നു. ഇന്ത്യക്കും ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളോട് ഭയങ്കരമായ പ്രേമം കൊണ്ട് നടക്കുന്ന ഈ ആളുകൾ എവിടെയായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ആ ഓർമ്മ പറ്റേ മാറ്റിവെക്കണ്ട. ആ ഓർമ്മ പറ്റേ മാറ്റിവെക്കണ്ട. ലാത്ത പോയി മനാത്ത വന്നു എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു. എന്ത് വിഷയത്തിൽ അദ്ദേഹം അത് പറഞ്ഞതെന്നറിയുമോ? ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാരനിലേക്ക് സ്വാതന്ത്ര്യമാകുന്നതിനെ പറ്റി ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ കേരളത്തിൽ ഈ പ്രചാരണം നടത്തുന്ന ഗ്രൂപ്പുകളുടെ നേതാവ് അതിനെപ്പറ്റി പണ്ട് എഴുതിയത് എന്താണെന്നറിയുമോ? ബ്രിട്ടീഷുകാരനായ അമുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിലേക്ക് ഭരണം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ലാത്ത പോയി പകരം മനാത്ത വന്നു എന്നതല്ലാതെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ആധുനിക മതേതര ജനാധിപത്യത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളത് ഓർമ്മിപ്പിക്കുന്നില്ല സമൂഹത്തെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുതെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വേണ്ടി ദണ്ഡനമേൽക്കുകയോ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുകയോ ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവും ഒരു പ്രസ്ഥാനവും പണ്ടുണ്ടായിരുന്നു എന്ന ചരിത്രം കേരളത്തിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നതാണ് ആമുഖമായി ഈ വിഷയത്തെപ്പറ്റി സൂചിപ്പിക്കുമ്പോ പറയാനുള്ളത്. ഞാൻ നേതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഞാൻ സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ ശബ്ദം കേൾക്കുന്നവർക്കൊക്കെ അറിയാം ആ നേതാവ് ഏതാണ്, സംഘടന ഏതാണ്, അവരുടെ നിലപാടെന്തായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പുറംതിരിഞ്ഞു നിന്ന ആ വിഭാഗം ആരായിരുന്നു എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഈ പ്രചരണം തുടരുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഫലസ്തീൻ കോസിനെതിരെയാണ്, ഫലസ്തീനികൾക്കെതിരെയാണ് എന്ന കള്ളപ്രചരണം ഈ വിഭാഗങ്ങൾ തുടരുകയാണെങ്കിൽ കേരളത്തിലുടനീളം ആ നേതാവിന്റെയും സംഘടനയുടെയും പേര് പറഞ്ഞ് അതിന്റെ കഴിഞ്ഞ കാലത്തെ പ്രചരണ രീതിയെപ്പറ്റി കേരളത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരും എന്ന് ആമുഖമായി ഈ മതിലകത്ത് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ കള്ളപ്രചരണം നടത്തേണ്ടതില്ല, ഈ കള്ളപ്രചരണം നടത്തേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും ഫലസ്തീൻ പ്രശ്നം ഇന്ന് കത്തി നിൽക്കുകയാണ്. 2 മാസം പിന്നിട്ടു.
ഒരു 7 ദിവസത്തെ വെടിനിർത്തലുണ്ടായി എന്നതൊഴിച്ചു വെച്ചാൽ അതിനപ്പുറം ഇന്നും ഇതാ ഫലസ്തീന്റെ മണ്ണിൽ ബോംബിട്ട സ്ഥലങ്ങൾക്ക് മുകളിൽ വീണ്ടും ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അതിനെ അനുകൂലിക്കാൻ പറ്റുക? ആർക്കാണ് അവിടെ പടഞ്ഞു വീഴുന്ന മനുഷ്യരുടെ വിലാപത്തിന് മുൻപിൽ കാതുകൾ അടച്ചു നിൽക്കാൻ കഴിയുക? അവിടെ മരിച്ചു വീഴുന്ന ചെറിയ മക്കളുടെ ശവശരീരങ്ങളെ നോക്കിയിട്ട് കണ്ണടച്ച് നിൽക്കാൻ ആർക്കാണ് കഴിയുക? ആർക്കും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ചില ആളുകൾ വിചാരിച്ചത് ഒക്ടോബർ 7-ന് ഹമാസ് എന്ന് പറയുന്ന ഫലസ്തീൻ വിമോചന പോരാട്ട സംഘം ഇസ്രായേൽ പ്രവിശ്യയിൽ നടത്തിയ ആക്രമണമാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഒക്ടോബർ 7-ന് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി കേട്ടത് മുതലാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ പുതുതലമുറ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങളെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത്. പലരും വിചാരിക്കുന്നത് ഇത് ഒക്ടോബർ 7-ന്റെ ആക്രമണത്തോടു കൂടി സംജാതമായ ഒരു പ്രശ്നമായിട്ടാണ് പലരും ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഫലസ്തീൻ കോസിനെ പറ്റി ഇത് കേവലം 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ സംഭവിച്ച ഒരു വിഷയമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചരിത്രപരമായ ഒരു വഞ്ചനയാണത്. കാരണം 1516 മുതൽ ഫലസ്തീൻ ഉസ്മാനി ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു. 1516 മുതൽ, അന്ന് മുതൽ ഉസ്മാനി സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു ഫലസ്തീൻ എന്നുള്ളത്. 1828-ൽ മോശെ മോണ്ടിബറി പദ്ധതി എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു പദ്ധതിയെ പറ്റി നമ്മൾ പഠിക്കണം. 1828-ലാണ് അത് ആരംഭിച്ചത്. 1828-ൽ മോശെ മോണ്ടിബറി പദ്ധതി, ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഫലസ്തീനിൽ ജൂതന്മാരുടെ ഒരു കോളനി സ്ഥാപിക്കുക, അവരുടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ 1828-ൽ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴും ചില ആളുകൾക്ക് ഉറക്കം തെളിഞ്ഞിട്ടില്ല. 2023-ലെ ഒക്ടോബർ 7-ലെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ചരിത്രബോധമില്ലാതെ മോങ്ങുന്ന ആളുകൾ മനസ്സിലാക്കണം. 1828-ൽ ആസൂത്രിതമായ ഒരു പദ്ധതിയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ജൂതന്മാരുടെ ഫലസ്തീനിലേക്കുള്ള കുടിയേറ്റം. 1876-ൽ തന്നെ ചരിത്രപരമായി നമ്മൾ നോക്കിയാൽ 1876-ൽ തന്നെ ഒരു ചെറിയ കോളനി സ്ഥാപിക്കുന്ന രൂപത്തിലേക്ക് യഹൂദന്മാർ ഫലസ്തീനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫലസ്തീനിലെ തദ്ദേശീയരായ യഹൂദന്മാർക്ക് പുറമെ പുറത്തു നിന്നുള്ള യഹൂദന്മാരുടെ കുടിയേറ്റമുണ്ടായി എന്ന് നമ്മളെല്ലാം വായിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇതറിയാൻ വലിയ സാഹസമൊന്നും വേണ്ട, ഈ ചരിത്രം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. യൂറോപ്യൻ രാജ്യങ്ങളിൽ യഹൂദന്മാർക്കെതിരെ വ്യാപകമായി നിലനിന്ന അവർക്കെതിരെയുള്ള വംശീയമായിട്ടുള്ള സംഘർഷങ്ങൾ, കലാപങ്ങൾ, ആ കലാപങ്ങളിൽ നമുക്കറിയാം ബ്രിട്ടനിൽ നിന്ന് രാജാക്കന്മാർ യഹൂദന്മാരെ ആട്ടിപ്പുറത്താക്കി, ഫ്രാൻസിൽ നിന്ന് ചക്രവർത്തിമാർ യഹൂദന്മാരെ ആട്ടിപ്പുറത്താക്കി. ആ സമയത്ത് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്, മധ്യേഷ്യയിലേക്ക് വിശേഷിച്ചും യഹൂദന്മാർ അവരുടെ ജീവനും മതവും പൗരസ്വാതന്ത്ര്യവും സംരക്ഷിച്ച് ജീവിക്കാൻ അഭയം തേടി വന്നു. അവിടെ മാത്രമാണ് യഹൂദന്മാർക്ക് ആദരവ് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
കാരണം എന്താ? യൂറോപ്പിൽ ക്രൈസ്തവരാണ് ഭരിക്കുന്നത്. യൂറോപ്പിലെ ജനത എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് യഹൂദന്മാരാരാണ്? യേശുവിനെ കൊന്നുകളഞ്ഞവർ, യേശുവിനെ കുരിശിലേറ്റിയവർ, മറിയമത്തെ പറ്റി ഏറ്റവും മോശമായ സംസാരങ്ങൾ നടത്തിയവർ, അവരാണ് യഹൂദന്മാർ. അതുകൊണ്ട് തന്നെ യഹൂദന്മാരോടുള്ള വിരോധം യൂറോപ്പിൽ ശക്തമായിരുന്നു. ആ സമയത്ത് മുസ്ലിം രാജ്യങ്ങളിലേക്കാണ് യഹൂദന്മാർ കുടിയേറി വന്നത് എന്ന ചരിത്രം ആർക്കും മൂടിവെക്കാൻ പറ്റാത്ത വിധത്തിൽ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ആ കാലം മുതൽ യഹൂദന്മാർക്ക് സംരക്ഷണം നൽകിയ ആളുകൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളിലാണ് അവർക്ക് അഭിമാനത്തോടെ സ്വസ്ഥമായി മനുഷ്യരെന്ന നിലയ്ക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായത്. 1896 സിയോണിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിയോഡോർ ഹെർസൽ അദ്ദേഹത്തിന്റെ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 1896. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി, യഹൂദന്മാർക്ക് എവിടെയാണ് അവർക്കൊരു രാജ്യം വേണ്ടത്? ജൂയിഷ് സ്റ്റേറ്റ് നമ്മൾ വായിച്ചു നോക്കൂ. 2 സ്ഥലമാണ് അവർ പറഞ്ഞത്. 2 സ്ഥലമാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന് ഫലസ്തീൻ, രണ്ടാമത്തേത് അർജന്റീനയാണ്. എന്തിനാണ് അർജന്റീന അദ്ദേഹം മുന്നോട്ട് വെച്ചത്? ഒരു പിടുത്തവും ചരിത്രകാരന്മാർക്കറിയില്ല. ഹെർസൽ എന്തിനാണ് യഹൂദരാഷ്ട്രം അർജന്റീനയിൽ, ഫലസ്തീനിൽ കിട്ടിയില്ലെങ്കിൽ അർജന്റീനയിൽ എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന് മുൻപിൽ ഇന്ന് ചില ആളുകൾ പറഞ്ഞു നടക്കുന്ന യഹൂദന്മാരുടെ പൂർവ പിതാക്കന്മാരുടെ രാജ്യമെന്ന നിലയ്ക്ക് ഫലസ്തീൻ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന പദ്ധതി അന്ന് അദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അർജന്റീന വന്നത്. അന്നൊരു രാജ്യം, യഹൂദന്മാർക്ക് കുടിയേറാൻ സാധിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് യഹൂദന്മാർക്ക് എന്ത് ചെയ്യണം? ഫലസ്തീൻ കൊടുക്കണം എന്നുള്ള ഒരു, ഫലസ്തീൻ വേണമെന്നതുപോലെ തന്നെ അത് കിട്ടിയില്ലെങ്കിൽ അർജന്റീന എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്. 1916 ഒരു സവിശേഷതയുണ്ട്. കാരണം അന്നാണ് ബ്രിട്ടൻ അറബികളുമായി ഉടമ്പടി ചെയ്തത്. എന്തുടമ്പടിയാണ് ചെയ്തതെന്നറിയുമോ? ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, ആ ഉടമ്പടി അനുസരിച്ച് ഫലസ്തീനികൾക്കുള്ളതാണ്, അവിടുത്തെ അറബികൾക്കുള്ളതാണ്. ഫലസ്തീനികൾക്കുള്ളതാണ്. ആരാ ഫലസ്തീനിൽ ജീവിക്കുന്നവർ? മുസ്ലിങ്ങളായിട്ടുള്ള, ക്രൈസ്തവരായിട്ടുള്ള അറബികൾ. ചിലർ വിചാരിച്ചു ഒരു മുസ്ലിം പ്രശ്നമാണ് ഫലസ്തീൻ എന്ന. ഫലസ്തീൻ ഒരു മുസ്ലിം പ്രശ്നമാണ് എന്ന് വിചാരിച്ച ആളുകളുണ്ട്. അല്ല, അവിടെ ജീവിക്കുന്നത് ക്രൈസ്തവരും കൂടിയാണ്. വലിയ ശതമാനം ജനസംഖ്യയിൽ ക്രൈസ്തവർക്ക് സ്വാധീനമുണ്ട്. അത്രയധികം ക്രൈസ്തവർ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ പൗരന്മാരാണ്. അവരാണ് ഫലസ്തീൻ കോസിന് വേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ള ആളുകൾ. ലോകത്തുടനീളമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇസ്രായേലിന് പിന്തുണ പരസ്യമായും രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും പ്രഖ്യാപിക്കുമ്പോ, ലോകത്ത് ഉടനീളമുള്ള ക്രൈസ്തവ നേതാക്കന്മാർ ഇസ്രായേലിന് ഐക്യം പ്രഖ്യാപിക്കുമ്പോ, ഫലസ്തീനിലെ ക്രൈസ്തവർ ഹമാസിനാണ് ഐക്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഫലസ്തീനിലുള്ള ക്രൈസ്തവന്മാരും ഫലസ്തീനിലുള്ള ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സംഘടനകളും ഹമാസിനാണ് ഐക്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം എന്താ? അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അവരുടെ രാജ്യം അവർക്ക് വേണമെന്നത് അവരുടെ അവകാശമാണ്. ആ അവകാശ പോരാട്ടം ആരംഭിക്കുമ്പോൾ തന്നെ 1916 മുൻപ് തന്നെ ബ്രിട്ടൻ അറബികളുമായി കരാർ ചെയ്തു. എന്നിട്ട് ബ്രിട്ടൻ ചെയ്തത് എന്താ? അറബികളുമായിട്ടൊരു കരാർ നടത്തി. ആ കരാർ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കുപ്രസിദ്ധമായ ബാൽഫർ ഡിക്ലറേഷൻ നടക്കുന്നത്. അഥവാ മറ്റൊരു കരാർ. ആരാണ് ആ കരാർ ഉണ്ടാക്കുന്നത്? ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർദൽ ബാൽഫർ എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ ഒരു കരാർ ചെയ്യുകയാണ്. ആരുമായിട്ട്? യഹൂദ ഓർഗനൈസേഷൻ, സയനിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട്. ആ കരാർ എന്താണ്? ആ കരാറ് ഫലസ്തീൻ യഹൂദന്മാർക്ക് വിട്ടുകൊടുക്കുമെന്നതാണ്.
നോക്കൂ, ഒരേ സമയം 2 കരാറിൽ ഏർപ്പെടുകയാണ് ബ്രിട്ടൻ ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചന അവിടെ ആരംഭിക്കുകയാണ്. എന്നിട്ട് ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരും ഒരു ജനതയുടെ രാജ്യം മറ്റൊരു ജനതയ്ക്ക് നൽകാമെന്ന് ഒരു ഒളിക്കരാർ ഉണ്ടാക്കുകയും ആ കരാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന പണിയാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഏതുപോലെ ഇരിക്കും? ഇപ്പൊ നോക്കൂ, ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികളാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ. റോഹിംഗ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികളാണ്. ആ അഭയാർത്ഥികൾ നാളെ ഇന്ത്യയുടെ അവകാശം ചോദിച്ചാൽ എത്രമാത്രം അന്യായമായിരിക്കും. അതുപോലെ അന്യായമാണ് ഇസ്രായേൽ ഫലസ്തീന് മേൽ അവകാശം വാദിക്കുക എന്നുള്ളത്. ഇത് തിരിയാത്ത രാഷ്ട്രീയ ബോധമാണോ ഈ രാജ്യത്തുള്ള പല ആളുകൾക്കും ഉള്ളത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഏതായാലും 1948 ഒരു യഹൂദ രാഷ്ട്രം ഫലസ്തീന്റെ മണ്ണെ പിടിച്ചെടുത്തുകൊണ്ട് സ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾ ആദ്യകാലത്തെ യഹൂദ രാജ്യത്തിന്റെ മാപ്പുകൾ നിങ്ങൾ പരിശോധിക്കണം. ആദ്യകാലത്തെ ഇസ്രായേലിന്റെ മാപ്പുകൾ നിങ്ങൾ പരിശോധിക്കണം. ഇന്നത്തെ മാപ്പും ഒന്ന് പരിശോധിക്കണം. വലിയ തലമണ്ടയൊന്നും വേണ്ട. ഈ അധിനിവേശത്തിന്റെ ചരിത്രം പഠിക്കാൻ പുതിയ കാലത്തെ ഇസ്രായേലിന്റെ മാപ്പും 1948 ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇസ്രായേലിന്റെ മാപ്പും നോക്കിയാൽ അധിനിവേശം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാകും. 1948 തന്നെ അവർ രാജ്യം രൂപീകരിക്കുന്നത് അധിനിവേശത്തിലൂടെ പിടിച്ചെടുത്ത സ്ഥലത്താണ്. അതിനുശേഷം നിരന്തരമായ അധിനിവേശം നടന്നു, നിരന്തരമായ മനുഷ്യക്കുരുതികൾ നടന്നു. യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ ഫതഹ് പാർട്ടി ജനാധിപത്യപര മര്യാദകൾ പാലിച്ചുകൊണ്ട് അഹിംസയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ആ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും ഫലസ്തീനിൽ അതിന്റെ മണ്ണ് യഹൂദൻ മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ മണ്ണ് ഇസ്രായേൽ മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. PLOയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഫലസ്തീനിൽ നടന്ന് അവസാനമാണ് ഹർക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ അഥവാ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഹമാസ് അതിന്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ പോരാട്ടങ്ങൾ നടക്കുന്നത്. ചില ആളുകൾ വിചാരിക്കും ഹമാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് വിചാരിക്കും. ഹമാസ് എന്ന് പറഞ്ഞാൽ അൽ ഖായിദ പോലെ, ഹമാസ് എന്ന് പറഞ്ഞാൽ ISIS പോലെ ഒരു ഭീകരവാദ സംഘടനയുടെ പേരാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ ചരിത്രപരമായ അബദ്ധത്തിലാണ് ആ ആളുകൾ. ഹമാസിന്റെ നയരൂപീകരണം അവര് പറഞ്ഞു, ഫലസ്തീൻ മണ്ണിന്റെ പുറത്ത് ഹമാസ് പ്രവർത്തിക്കില്ല. നിങ്ങൾ നോക്കണം, ഫലസ്തീൻ മണ്ണിന്റെ പുറത്ത് ഹമാസ് പ്രവർത്തിക്കില്ല എന്ന് മാത്രമല്ല, ഫലസ്തീൻ കോസിന് വേണ്ടി മാത്രമാണ് ഹമാസ് പ്രവർത്തിക്കുകയുള്ളൂ. ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ അവരോട് എന്ത് വിയോജിപ്പുമുണ്ടാകാം. ഹമാസിനോടുള്ള വിയോജിപ്പുകൾ എന്തുകൊണ്ടാണ്? അത് ആശയതലത്തിലുള്ള വിയോജിപ്പാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബ്രദർഹുഡിന്റെ ഫലസ്തീൻ ശാഖയാണത്. ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ഫലസ്തീൻ ശാഖയാണത്. ഇഖ്വാനുൽ മുസ്ലിമൂന് മുസ്ലിം ബ്രദർഹുഡിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യത്തിന്റെ പേരിൽ വിവിധ ശാഖകളുണ്ട്. യമനിൽ ഇസ്ലാഹ് പ്രസ്ഥാനമുണ്ട്. യമനിലെ അൽ ഹൂസിയൂൻ എന്ന് പറയുന്ന മലയാള മാധ്യമങ്ങൾ ഹൂസികൾ എന്ന് അറബിയിൽ പറയുന്ന ഹൂസികളുമായി ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്ലാഹിന്റെ ആളുകൾ, ഇസ്ലാഹി മൂവ്മെന്റ്, അത് യമനിലുള്ള ഇഖ്വാനുൽ മുസ്ലിമൂന്റെ മുസ്ലിം ബ്രദർഹുഡിന്റെ പിന്നെ ഒരു ശാഖയാണ്. ആ ശാഖ പോലെ തന്നെ ഫലസ്തീൻ കോസിന് വേണ്ടി ഇസ്രായേൽ പിന്നെ ഈ ബ്രദർഹുഡിന്റെ ശാഖയായി രൂപീകരിക്കപ്പെട്ടതാണ് ഹമാസ്. അതുകൊണ്ട് തന്നെ ഹമാസിനോടുള്ള വിയോജിപ്പ് ആശയതലത്തിൽ മാത്രമാണ്. ബ്രദർഹുഡിന്റെ ആശയങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വീകാര്യമല്ല. കാരണം ബ്രദർഹുഡിന്റെ ആശയം എന്താ? മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയം എന്താ?
ഹസനുൽ ബന്നയുടെയും സയ്യിദ് ഖുതുബിന്റെയും സയ്യിദ് അബുൽ അല മൗദൂദി അടക്കമുള്ള ആളുകളുടെ ആശയമാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ അതേ ആശയമാണ് ഹമാസിന്റെയും അൽ ഇസ്ലാഹ് മൂവ്മെന്റിന്റെയും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ബ്രദർഹുഡിന്റെ ശാഖകളായി രൂപീകരിക്കപ്പെട്ട എല്ലാ പ്രസ്ഥാനത്തിനുള്ളത്. ഈ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി മുജാഹിദുകൾക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഏതിന്റെ അടിസ്ഥാനത്തിലാ? ആശയത്തിന്റെ അടിസ്ഥാനത്തിലാ. അതുകൊണ്ട് മുജാഹിദുകൾ ജമാഅത്തുകാരെ വിമർശിക്കും. പക്ഷേ നാളെ ഇവിടെ പിന്നെ ഒരു പൗരത്വ സമരം നടന്നാൽ ജമാഅത്തുകാരനോട് ചേർന്ന് നിൽക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് മടിയില്ല. കാരണം എന്താ? വിയോജിപ്പുണ്ടെങ്കിലും വിയോജിപ്പുള്ളത് ആശയതലത്തിലാണ്. പക്ഷേ മനുഷ്യാവകാശപരമായ ഒരു ഉമ്മത്ത് എന്ന നിലക്കുള്ള അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലക്കുള്ള ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയ്ക്ക് ഒന്നിച്ചു നിൽക്കാനും ചേർന്ന് നിൽക്കാനും ഒരു അനീതി നിറഞ്ഞ കോസിനെതിരെ ഒരുമിച്ച് നിൽക്കാനും ഈ രാജ്യത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരൈത്തവുമില്ല. ഈ മതിലകത്ത് ISMന്റെ പ്രസിഡന്റായി ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി ഞാൻ പ്രസംഗിച്ചത് സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മതിലകത്ത ഈ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തെ സ്റ്റേജ്. കാരണം എന്താ? സോളിഡാരിറ്റിയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായിട്ടും SKSSFുമായിട്ടും SSFുമായിട്ടും ഈ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം മുഖ്യധാര പ്രസ്ഥാനങ്ങളുമായിട്ടും ഒരു മനുഷ്യാവകാശ വിഷയത്തിൽ, ഒരു മുസ്ലിം പ്രശ്നത്തിൽ, ഒരു നീതിയുടെ കോസുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കാനും ഒരു മൂവ്മെന്റിൽ ഒന്നിച്ചു നിൽക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് മടിയില്ല. കാരണം അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമീപനാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് സമസ്തയുടെ ആദർശ വ്യതിയാനങ്ങൾ പറയാതിരിക്കോ മുജാഹിദ് പ്രസ്ഥാനം? എന്ന് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ വ്യതിയാനം പറയാതിരിക്കുമോ മുജാഹിദ് പ്രസ്ഥാനം? അതാണ് മുസ്ലിം ബ്രദർഹുഡിനോടുമുള്ളത്. അത്രയേ ഉള്ളൂ. ഹമാസിനോടും അത്രയേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഹമാസ് നടത്തുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ വില കുറച്ച് കാണാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറല്ല. അതിനപ്പുറത്തേക്ക് ഹമാസ് ഫലസ്തീൻ കോസിൽ അവരിടപെടുന്ന ഇടപെടലുകളിൽ അതിന്റെ വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന പോരാട്ടം സംഘമാണ് അത് എന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. നോക്കൂ, ഇന്ത്യയിൽ രണ്ട് വിധത്തിലുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ ഉണ്ടായിട്ടില്ലേ? മഹാത്മാഗാന്ധിയെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ, ഗോപാലകൃഷ്ണ ഗോഖലെയെ പോലെ മിതവാദി സംഘങ്ങൾ ഉണ്ടായിരുന്നു. അവര് ആയുധമെടുത്തിട്ടില്ല. സായുധ വിപ്ലവം അവർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് സായുധ വിപ്ലവത്തിന് അവരൊരുക്കമല്ല. ജനാധിപത്യപരമായ മാർഗങ്ങളിൽ ന്യായീകരിക്കപ്പെടുന്ന സമാധാനപരമായ ബഹിഷ്കരണങ്ങളും സമരങ്ങളും സമരമുറകളിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളിൽ അണിനിരക്കേണ്ടത് എന്ന് ഗാന്ധി ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും അതിനോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഇതേ സമയത്തല്ലേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഇടപെട്ടത്? അദ്ദേഹം സായുധ വിപ്ലവത്തിന്റെ ആളായിരുന്നു. ബ്രിട്ടീഷുകാരുമായിട്ട് ഈ സായുധ വിപ്ലവമില്ലാതെ പോരാട്ടം അത് ഫലം കാണില്ല. സായുധ വിപ്ലവമാണ് വേണ്ടത്, യുദ്ധമാണ് വേണ്ടത് എന്ന് വിശ്വസിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഭഗത് സിംഗിനെ നമ്മൾ കേട്ടിട്ടില്ലേ? ഭഗത് സിംഗ് ആരായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീവ്രവാദി വിഭാഗമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീവ്രവാദി വിഭാഗമായിരുന്നു. രാജ്ഗുരു ആരായിരുന്നു? ലാൽ ലജ്പത് റായ് ആരായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീവ്രവാദി വിഭാഗമായിരുന്നു. ചന്ദ്രശേഖർ ആസാദ് ആരായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീവ്രവാദി വിഭാഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമാധാനപരമായ, ജനാധിപത്യപരമായ, അഹിംസയുടെ അടിസ്ഥാനത്തിലുള്ള സമരം മാത്രം പോരാ, മറിച്ച് ആയുധം കൊണ്ടുള്ള സമരം കൂടി വേണം എന്ന് വിശ്വസിക്കുകയും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ആ മാർഗത്തിൽ പോരാടുകയും അതിന്റെ പേരിൽ കൊല്ലപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത ആ ഭഗത് സിംഗിനെ നോക്കിയിട്ട് തീവ്രവാദി എന്ന് ഇന്ത്യക്കാരനെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഹമാസിനെ നോക്കിയിട്ട് തീവ്രവാദി എന്ന് ഫലസ്തീനുകൾക്ക് വിളിക്കാൻ പറ്റില്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് അറിയാം.
ആ ഒരു വ്യത്യാസം ഏത് രാജ്യത്തും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഭഗത് സിംഗിന്റെ പോരാട്ടത്തെ അനുകൂലിച്ചിരുന്നില്ല. മഹാത്മാഗാന്ധി പിന്നെ അഹിംസയുടെ പാതയിലായിരുന്നെങ്കിൽ ഭഗത് സിംഗ് യുദ്ധത്തിന്റെ പാതയിലായിരുന്നു. ഇത് ഏത് രാജ്യത്തും ഏത് ചരിത്രം പഠിച്ചാലും ഇപ്പൊ ചില മണ്ടന്മാർ ചരിത്രം പറയുന്നത് കേൾക്കുമ്പോ ലോകത്തുടനീളമുണ്ടായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും മൂവ്മെന്റുകളും അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അല്ല, യാസർ അറഫാത്തിന്റെ ഫതഹ് പാർട്ടി പോലും ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷമാണ് അത് അഹിംസയിലേക്ക് തിരിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ആയുധമെടുത്തവർ തന്നെയായിരുന്നു. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഹമാസുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുള്ളത് ആശയതലത്തിൽ മാത്രമാണ്. അത് മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയമാണ് ഹമാസ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് നടന്ന മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. സംശയമുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ്. മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖയാണ് ഹമാസ്, ഫലസ്തീനിലെ ശാഖയാണ് ഹമാസ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് സംശയമുണ്ടെങ്കിൽ 2 ദിവസം മുൻപ് ഇറങ്ങിയ ഔട്ട് ഓഫ് ഫോക്കസ് ഹൂത്തികളുമായി ബന്ധപ്പെട്ട്, ഹൂത്തി എന്നാണ് മലയാളത്തിൽ എഴുതാറ്, ഹൂത്തികളുമായി ബന്ധപ്പെട്ട് അവർ പിന്നെ മറ്റ് രാജ്യങ്ങളുടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ, ഔട്ട് ഓഫ് ഫോക്കസിൽ നടന്ന ഡിസ്കഷനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മീഡിയ വണ്ണിന്റെയും പ്രഗത്ഭനായ വ്യക്തിത്വം, ഒഫീഷ്യലായ വ്യക്തിത്വം സീതാവൂദ് പറഞ്ഞു. കൗതുകകരമായ വേറെയും കാര്യം, ഇപ്പൊ യമൻ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യമനിൽ അൽ ഇസ്ലാഹ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, അവിടുത്തെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു മുസ്ലിം പൊളിറ്റിക്കൽ ട്രെൻഡാണ്. അവരുടെ യമനി എഡിഷനാണ് അൽ ഇസ്ലാഹ്. ഈ അൽ ഇസ്ലാഹും ഹൂത്തികളും പരസ്പരം സംഘർഷത്തിലാണ്. പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്നത് ഇതേ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പാലസ്റ്റൈൻ എഡിഷനാണ്. അവർ എന്ത് ചെയ്യാണ്? മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായുള്ള ഹമാസിൻ്റെ കൂടെ നിൽക്കുകയാണ്. സ്വന്തം നാട്ടിൽ മുസ്ലിം ബ്രദർഹുഡിനെതിരായി നിൽക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള കുറേ രാഷ്ട്രീയ കൗതുകങ്ങളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതല്ല, മജീസൊലായി പറഞ്ഞതല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞതല്ല, സീതാവൂദ് പറഞ്ഞതാണ്. എന്ത് പറഞ്ഞു? ഹമാസ് എന്ന് പറയുന്നത് ബ്രദർഹുഡിന്റെ ശാഖയാണ് എന്ന്. ബ്രദർഹുഡിന്റെ ശാഖനോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയതലത്തിൽ എതിർപ്പുണ്ടാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം എന്താ? സലഫിയത്തല്ലാത്ത അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആദർശങ്ങളല്ലാത്ത എല്ലാ ആദർശങ്ങളോടും മുജാഹിദ് പ്രസ്ഥാനത്തിന് എതിർപ്പാണ്. അത് ആരെ പേടിച്ചിട്ടും മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. SSFനോട്, സമസ്ത കേരളയോട് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വൈജ്ഞാനിക തലത്തിൽ കലഹമുള്ളത്? അവർ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ അഹ്ലു സുന്നയുടേതല്ല. ഖബറിടങ്ങൾ കെട്ടി ഉയർത്തി ഖബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന, അല്ലാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഇസ്തിഗാസകളും തിരിച്ചുവിടുന്ന സമസ്തയുടെ ഏർപ്പാട് ശിർക്കാണ്, അഹ്ലു സുന്നയുടെ മാർഗമല്ല, വലാലത്താണ്, വഴികേടാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയും എന്ന് വിചാരിച്ചിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പങ്കെടുക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ഇനി ഞങ്ങളില്ല, ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയില്ല. ഈ രണ്ടും തിരിച്ചറിയാനുള്ള വിവേകം കഴുതകൾക്കില്ല എന്ന് പോയതാണ് പ്രശ്നം. ഇത് തിരിച്ചറിയണ്ടേ? ഈ വിവേകം തിരിച്ചറിയണ്ടേ? ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളോട് മുജാഹിദ് പ്രസ്ഥാനം സഹകരിക്കാറുണ്ട്. എന്ത് വിഷയത്തിൽ? മതനിരപേക്ഷ ജനാധിപത്യം നിലനിർത്തുന്ന വിഷയത്തിൽ അവരുടെ കോസ്, അവരുടെ ഭാഗം, ആ ഭാഗം അവർ നിർവഹിക്കുമ്പോ അതിനോട് ഈ മുജാഹിദ് പ്രസ്ഥാനം ചേർന്ന് നിൽക്കാറുണ്ട്. ഈ രാജ്യത്തെ കോൺഗ്രസുകാരോട്, ഈ രാജ്യത്തെ ലീഗുകാരോട്, ഈ രാജ്യത്തെ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് മുജാഹിദുകൾ ചേർന്ന് നിൽക്കാറുണ്ട്. എന്തുകൊണ്ടാ? കമ്മ്യൂണിസം ഈമാനാണെന്ന് വിശ്വസിക്കുന്നോണ്ടാണോ? കമ്മ്യൂണിസം ഈമാനാണെന്ന് വിശ്വസിക്കുന്നോണ്ടാണോ? അതല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസം എന്ന് പറയുന്നത് തൗഹീദാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണോ? അല്ല.
അല്ല, മറിച്ച് ഇവിടെ മതനിരപേക്ഷ ജനാധിപത്യം പുലരണമെങ്കിൽ ഈ പാർട്ടികളൊക്കെ തന്നെ ശക്തമായി നിലകൊള്ളണം എന്ന ബോധാണ്. അതുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു കോസിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴും ഈ സംഘടനകളോട് യോജിച്ച് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് അവരോട് ആശയതലത്തിൽ ഒരു എതിർപ്പും ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യൻ മതനിരപേക്ഷത പഠിച്ചവർക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യൻ മതനിരപേക്ഷ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കുന്നവർക്ക് പറയാൻ പറ്റുമോ? ഇത് എന്ത് കൾച്ചറാ? ഇത് എന്ത് കൾച്ചറാ? നമ്മൾ തന്നെ പറയാ, ഫാഷിസത്തെ പറ്റി നമ്മൾ പറയുന്നു. ഫാഷിസത്തിന്റെ പ്രശ്നം എന്താ? അവരുടെ അഭിപ്രായത്തിന് എതിരായ ഒരഭിപ്രായവും ഈ രാജ്യത്ത് വേണ്ട. അവരുടെ ഇഷ്ടത്തിന് എതിരായ ഒരിഷ്ടവും ആർക്കും ഈ രാജ്യത്ത് വേണ്ട. അവർ തിന്നുന്നതേ ഈ രാജ്യത്തെ ജനങ്ങൾ തിന്നാവൂ. അവർ പഠിക്കുന്നതേ ഈ രാജ്യത്തെ ജനങ്ങൾ പഠിക്കാവൂ. ഇതാണ് ഫാഷിസത്തിന്റെ പ്രശ്നം. ഫാഷിസത്തിന്റെ പ്രശ്നം. നമ്മൾ വിലപിക്കാണ്, നമ്മളതിനെ കലഹിക്കാണ്, നമ്മളതിനെ സമരത്തിലാണ്, നമ്മളതിനെ അനുശോചിക്കുകയാണ്. എന്തുകൊണ്ട്? ഇത് ജനാധിപത്യത്തിനെതിരാണ് ഈ കൾച്ചർ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വീക്ഷണങ്ങൾ സ്വീകരിക്കാം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭദ്രതയെ അപായപ്പെടുത്താത്ത, മതനിരപേക്ഷ ജനാധിപത്യത്തിന്റെ കാലുകൾ അപായപ്പെടുത്താത്ത വീക്ഷണങ്ങൾ, വൈവിധ്യങ്ങൾ, വൈരുദ്ധ്യങ്ങൾ സ്വീകരിക്കാം. അതാ ജനാധിപത്യം. ആ ജനാധിപത്യ ക്രമത്തിൽ നിന്നിട്ട്, ആ ജനാധിപത്യ ക്രമത്തിൽ ജീവിച്ചിട്ട് ഈ രാജ്യത്തെ RSSകാരനും ഈ രാജ്യത്തെ BJPക്കാരനും ഈ രാജ്യത്തെ ഹൈന്ദവ ഫാഷിസ്റ്റുകൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാണ്, എന്തടോ നിനക്ക് ബീഫ് വേണ്ടെങ്കിൽ നീ തിന്നണ്ട, ബീഫ് തിന്നുന്നവൻ തിന്നോട്ടെ. നിനക്ക് ഇഷ്ടമില്ലാത്തത് നീ പറയണ്ട, നിനക്കിഷ്ടമില്ലാത്തത് നീ ചെയ്യണ്ട, വേറെ ഒരുത്തന് ഇഷ്ടമുള്ളത് അവൻ ചെയ്തോട്ടെ. അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ RSSകാരനെ പോലെ, ഈ രാജ്യത്തെ RSSകാരനെ പോലെ പ്രതികരിക്കുകയാണ് ചില മുസ്ലിം സംഘടനകൾ. അതൊരു അഭിപ്രായ വ്യത്യാസമായി മാറ്റിവെച്ചൂടെ? ഇത് ഖുർആൻ സുന്നത്ത്, ഇത് അള്ളാഹിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമാണോ? ഹമാസിനെ പറ്റി ഒരു വ്യത്യസ്ത അഭിപ്രായം ആരെങ്കിലും വെച്ച് പുലർത്തിയാൽ അത് അവരുടെ പേഴ്സണലായ അഭിപ്രായം അവർ കൊണ്ടു നടന്നോട്ടെ എന്ന് വിചാരിക്കുകയല്ലാതെ അത് പറയാൻ പാടില്ല, ഈ രാജ്യത്ത് മിണ്ടാൻ പാടില്ല. അതാണ് ഫാഷിസം. അതാണ് ഫാഷിസം. ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ തിന്നണ്ട, ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ പറയണ്ട, ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ പ്രബോധനം ചെയ്യണ്ട എന്ന് പറയുന്ന ഫാഷിസം. ആ ഫാഷിസത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കുന്ന മാനസികാവസ്ഥയാണിത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയങ്ങളെ ആശയതലത്തിൽ എതിർക്കുമ്പോഴും ഹമാസ് ഒരു ഫലസ്തീൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് എന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് തർക്കമുണ്ടായിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം തർക്കിക്കാനും പോയിട്ടില്ല. അതുകൊണ്ട് ആ പേരിൽ ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്താമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അധിക നേരം ആ കുത്തുകൊണ്ട് നിൽക്കൂല. അധിക നേരം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശീലമറിയാലോ, പാരമ്പര്യം അറിയാമല്ലോ, തെരുവോരങ്ങളിലാണ് പിന്നെ നേരിടുക. അത് കഴിഞ്ഞാൽ ഡാമേജ് ഏത് ഭാഗത്തായിരിക്കുമെന്ന് ഇന്ന് ഇത് പ്രചരിപ്പിക്കുന്നവരൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാസ്റ്റ് ആകട്ടെ പ്രസന്റ് ആകട്ടെ ഒരു കറയില്ലാത്തതാണ്. പലരുടെയും പാസ്റ്റ് അങ്ങനെയല്ല. പ്രസന്റ് മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും പാസ്റ്റ് പുറത്ത് വന്നാൽ ആ പ്രസന്റ് ആളുകൾക്ക് തിരിയിപ്പിക്കരുത് എന്ന് മാത്രമാണ് ആ വിഷയമായിട്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ ചില ആളുകൾ പറയുന്നത് എന്താ? ഒക്ടോബർ 7 ഹമാസ് ഈ അക്രമം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയധികം ആളുകൾ മരിക്കൂലല്ലോ. ഒക്ടോബർ 7 ഹമാസ് ഇത് ചെയ്തത് ശരിയാണോ തെറ്റാണോ? രണ്ടഭിപ്രായം ഉണ്ടാവും. ഹമാസ് ഇത് ചെയ്തത് കൊണ്ടാണ് ഫലസ്തീനികൾ ഇങ്ങനെ ക്രൂരമായ വേട്ടക്കിരയാക്കപ്പെട്ടത് എന്നൊരഭിപ്രായമുള്ള ആളുകൾ ലോകത്തെല്ലായിടത്തുണ്ടാവും. ആ അഭിപ്രായം വെച്ചവൻ മഹാപാപിയാണോ? അങ്ങനെ ഒരു അഭിപ്രായം മനസ്സിൽ സ്വരൂപിച്ചവൻ മഹാതെമ്മാടിയാണോ? അല്ല. അങ്ങനെ അഭിപ്രായം ഉണ്ടാകാം. പക്ഷേ
അങ്ങനെ എല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ടാകാം. അതെന്താ? ഹമാസ്, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, അധ്യക്ഷ ഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താ? ഹമാസ് ഇങ്ങനെ ഒരു പ്രതിരോധം തീർത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ വിഷയം എങ്ങനെ ലോകം ഇന്ന് ചർച്ച ചെയ്യും? നമ്മൾ ആലോചിക്കണ്ടേ? എങ്ങനെ ചർച്ച ചെയ്യും? മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, നമ്മൾ വിചാരിക്കുന്ന ഒരു ശാന്തമായ അന്തരീക്ഷം, നമ്മളെ മനസ്സിൽ എങ്ങനെയാ ശാന്തമായ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ എന്താണ്? ഒരു പ്രശ്നവുമില്ലാതിരിക്കെ ഹമാസ് പോയി ഇസ്രായേലിന്റെ വടക്കൻ പ്രവിശ്യകളിലേക്ക് കടന്നു. അവിടെ നടക്കുന്ന ഫെസ്റ്റിവലിലുള്ള ആളുകളെ ആക്രമിച്ചു. 800ഓളം ആളുകൾ മരിച്ചു. 1000-ലധികം ആളുകളെ ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുവന്നു. ഒരു പ്രശ്നമില്ലാതെ നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? എങ്കിലും മനസ്സിലാക്കണം, എങ്കിലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കോ, ഈ ഇഷ്യൂ എന്തിന്റെ ഭാഗമാണ്? ഷെയ്ഖ് അൽ ജറാഹ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ നടന്ന ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണം എന്ന് പറയുന്നത്. നിങ്ങളിന്ന് അൽ ജസീറ വായിക്കണം, നല്ലതായിരിക്കും. BBC-യും CNN-ഉം മാത്രം കണ്ടാൽ ചിലപ്പോ ഒറ്റക്കണ്ണനായി പോകും. ഒന്ന് അൽ ജസീറ കൂടി വായിക്കുന്നത് നല്ലതായിരിക്കും. 1951 ഷെയ്ഖ് അൽ ജറാഹ് എന്ന് പറയുന്ന ഫലസ്തീൻ നൈബർഹുഡിൽ ജീവിക്കുന്ന കുടുംബത്തെ ഒരു ദിവസം വന്നിട്ട് ഇസ്രായേലിന്റെ സൈന്യം വന്നിട്ട് ഇറക്കി വിടാണ്. നിങ്ങൾ നോക്കണം, ചെറിയ പ്രശ്നമാണോ ഇത്? ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ, ഈ വീട്ടിലേക്ക് കുറെ ആളുകൾ കടന്നു വരികയാണ്, സൈന്യം കടന്നു വരിക ഈ മതിലകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറയാ ഇറങ്ങിക്കൊള്ളണം, വീട്ടിൽ നിന്ന് എടുക്കാനുള്ളത് ഒന്നും എടുക്കണ്ട, ഇറങ്ങിക്കൊള്ളണം. കാരണം എന്താ? ഇവിടെ വേറെ താമസക്കാര് വരിക, ഇവിടെ യഹൂദ താമസക്കാര് വരികയാണ്. ഈ വീട്ടിലെ ഫർണിഷുകൾ പോലും അവർക്ക് കൈമാറിയിട്ട് പോയിക്കൊള്ളണം, എവിടേക്കാണെങ്കിൽ പോയിക്കൊള്ളണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജനതയോട് വർത്തിക്കാണ്. അതിനെതിരെ ഷെയ്ഖ് അൽ ജറാഹ് പ്രവിശ്യയിൽ ചെറുത്തുനിൽപ്പുണ്ടായി. ആ ചെറുത്തുനിൽപ്പിനുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മിലിറ്ററി അത് സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ തുടങ്ങി. അതിന്റെ ബാക്കി പത്രമാണ് ഒക്ടോബർ 7 ഇസ്രായേലിന്റെ മണ്ണിൽ ഹമാസിന്റെ ആക്രമണം ഉണ്ടായത്. അല്ലാതെ വെറുതെ ചായ കുടിച്ചിരുന്ന ഇസ്രായേലിന്റെ പേർക്ക് തീപ്പെട്ടി കത്തിച്ചിട്ടതല്ല. ഇങ്ങോട്ട് തീയെറിഞ്ഞ ഇസ്രായേലിന്റെ മേൽ അതിൽ നിന്നൊരു കൊള്ളിയെടുത്തപ്പുറത്തിട്ടതാ. മാത്രല്ല, നിങ്ങൾ കണ്ടല്ലോ ഈ യുദ്ധം ആരംഭിച്ചപ്പോ എന്താ വലിയ ഒരു 7 ദിവസത്തെ പോസ് ഉണ്ടായി, വെടിനിർത്തലുണ്ടായി. ആ വെടിനിർത്തലുണ്ടായപ്പോ പരസ്പരം ബന്ദികളെ കൈമാറാം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട ആളുകൾ മോചിപ്പിക്കപ്പെട്ടു. ആരാ മോചിപ്പിക്കപ്പെട്ടത്? 15 വയസ്സിൽ ഇസ്രായേൽ ജയിലിൽ പോയ ഫലസ്തീൻ കുട്ടികൾ. 15 വയസ്സുള്ളപ്പോ ഇസ്രായേലിന്റെ ജയിലിൽ പെട്ടുപോയ ഫലസ്തീനിലെ കുട്ടികൾ തിരിച്ചു വരുന്നത് എത്രാമത്തെ വയസ്സിലാ? 24ഉം 27ഉം വയസ്സായിട്ടാ വരുന്നത്. അത്ര വർഷം ഫലസ്തീൻ ജയിലിലാണ്. ആ കുട്ടികൾ എങ്ങനെ പുറത്തിറങ്ങിയത്? ആ കുട്ടികളെ പുറത്തിറക്കിയത് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ പോയി സംസാരിച്ചിട്ടാണോ? ആ കുട്ടികളെ പുറത്തിറക്കിയത് ഏതെങ്കിലും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെട്ടിട്ടാണോ? അല്ല, മറിച്ച് ആ കുട്ടികളെ പുറത്തിറക്കിയത് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കി പിടിച്ച് വലപേശിയിട്ടാണ്. അങ്ങനെയാണ് അങ്ങനെ നടത്തിയെങ്കിലേ അവിടെ ആളുകളെ മോചിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ ആ ജയിലുകൾ കിടക്കുകയാണ്. തുല്യതയില്ലാത്ത മനുഷ്യത്വ വിരുദ്ധമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ആ ഇസ്രായേലിന്റെ ജയിലറകളിൽ മനുഷ്യന്മാർ കിടക്കുകയാണ്. അവരെ മോചിപ്പിക്കണമെങ്കിൽ ഈ ഇസ്രായേലിന്റെ ബന്ദികളെ ഉണ്ടാക്കുകയും ആ ബന്ദികളെ വെച്ച് വിലപേശുകയും അങ്ങനെ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഹമാസിന്റെ ആക്രമണം. നമ്മൾ അതുകൂടി മനസ്സിലാക്കണമല്ലോ. വിലയിരുത്തുമ്പോ എല്ലാം കൂടി നമ്മൾ വിലയിരുത്തണമല്ലോ. അതിന് ചില ആളുകൾ പറയാണ്, അതിന് ജനാധിപത്യ മാർഗത്തിലൂടെ പ്രവർത്തിച്ചൂടെ? ആരോടാണ് ജനാധിപത്യം?
UN സെക്യൂരിറ്റി കൗൺസിലിന്റെ 47 പ്രമേയങ്ങൾ തള്ളിയ ഇസ്രായേലിനോടോ ഏത് നീതിന്യായ കോടതി പറയും? ഏത് അന്താരാഷ്ട്ര കോടതി പറയും ഇസ്രായേലിനോട്? നിങ്ങൾ നോക്ക്, ഇപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പൊ ഫലസ്തീനിൽ നടക്കുന്നത് എന്താ? സിവിലിയൻസിനെ കൊല്ലുകയാണ്. വാർ ക്രൈമാണത്, വാർ ക്രൈമാണത്. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിൽ യുദ്ധക്കുറ്റമാണത്. ഹോസ്പിറ്റലുകൾ തകർക്കുക യുദ്ധക്കുറ്റമാണ്. കുട്ടികളെ കൊന്നുകളയുക, അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുക, ഹോസ്പിറ്റലുകൾ ആക്രമിക്കുക, യുദ്ധത്തിന്റെ ഇടയിൽ സിവിലിയന്മാർ തിങ്ങി നിൽക്കുന്ന ഒളിച്ചു നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ ബോംബ് ചെയ്യുക, ഷെല്ലാക്രമണങ്ങൾ നടത്തുക, മിസൈലാക്രമണങ്ങൾ നടത്തുക. ആരെഴുതി വെച്ച നിയമം അനുസരിച്ച് യുദ്ധക്കുറ്റമാണ്? ആരെഴുതി വെച്ച? അമേരിക്കടക്കമുള്ള യുണൈറ്റഡ് നേഷന്റെ കീഴിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളടക്കം എഴുതി വെച്ച നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് യുദ്ധക്കുറ്റമാണത്. ആ യുദ്ധക്കുറ്റം ദിവസേന ചെയ്തുകൊണ്ടിരിക്കുക. ആ യുദ്ധക്കുറ്റം ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനോട്, ആ രാജ്യത്തിന്റെ അടുത്ത് പോയിട്ട് ഹമാസ് എന്ത് ചെയ്യണം? കൊടി പിടിച്ചിട്ട് സമരത്തിനിരിക്കാം എന്ന് പറയുന്നവർക്ക് എന്ത് രാഷ്ട്രീയ ബോധമാണുള്ളത്? അവരവിടെ പോയിട്ട് പ്ലക്കാർഡുകൾ ഉയർത്തിയിട്ട് ഗോ ബാക്ക് വിളിക്കണം, അവരവിടെ പോയിട്ട് കരിങ്കടി ഉയർത്തി കാണിക്കണം എന്ന രാഷ്ട്രീയ അജണ്ട പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് രാഷ്ട്രീയ ബോധമാണുള്ളത്? ഇത് രാജ്യം വേറെയാണ്, ഇത് രാജ്യം വേറെയാണ്, ഇസ്രായേലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളില്ലാത്ത, അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കാത്ത തങ്ങളാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നതന്മാരെന്ന് വിശ്വസിക്കുന്ന ഇസ്രായേല. ആ ഇസ്രായേലിന്റെ അടുത്ത് പോയിട്ട് എന്ത് മനുഷ്യത്വം പറയാൻ, എന്ത് നീതി പറയാൻ? അവിടെ ഇതല്ലാത്ത ഒരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഓപ്ഷൻ പറഞ്ഞു കൊടുക്കേ, ഹമാസിന് ഓപ്ഷൻ പറഞ്ഞു കൊടുക്കേ. അങ്ങനെ ഓപ്ഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സലഫി പണ്ഡിതന്മാർ ഓപ്ഷൻ പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണങ്ങളിൽ വന്നു ചേർന്ന അനിസ്ലാമികമായ ഇടപെടലുകൾക്ക് ലോകത്തെ സലഫി പണ്ഡിതന്മാർ അതിനെ തിരുത്തിയിട്ടുണ്ട്, ഹമാസ് തിരുത്തിയിട്ടുമുണ്ട്. അതുപോലെ പറഞ്ഞു കൊടുക്കുക ഓപ്ഷൻ. എന്ത് ഓപ്ഷനാ ഉള്ളത്? ഒരു ഓപ്ഷനും ഇല്ല. എന്നിട്ട് വെറുതെ ഈ രാജ്യത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എന്താ? പിന്നെ ആകെ നമ്മുടെ ചാനലുകളിലെ മുഴുവൻ ചർച്ചകൾ നമ്മൾ നോക്കിക്കോ. ചാനലുകളിലെ മുഴുവൻ ചർച്ചകളിൽ ഉള്ളത് എന്താ? ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്നത് അത് ഇസ്രായേലരുടെ പിതൃഭൂമിയാണ്. ഫലസ്തീൻ എന്ന് പറയുന്നത് ഇസ്രായേലരുടെ പിതൃഭൂമിയാണ്. ആ പിതൃഭൂമി ജൂതന്മാർക്ക് തിരിച്ചു കൊടുക്കണം. അത് ജൂതന്മാരുടെ പിതൃഭൂമിയാണ്. അത് മാന്യമല്ലേ, അത് ന്യായമല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരൊന്ന് ചരിത്രം വായിക്കുന്നത് നന്നാവും. ക്രിസ്തുവിന് 14 നൂറ്റാണ്ട് മുൻപ്, പ്രത്യേകം ഡേറ്റുകൾ കുറിച്ച് വെച്ചോളണം, ക്രിസ്തു ജനിക്കുന്നതിന്റെ 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന നതുഫിയൂൻ എന്ന് പറയുന്ന വിഭാഗമാണ് ഫലസ്തീനിലെ ആദ്യത്തെ വിഭാഗമായി ഇന്ന് ലഭിച്ച പുരാവസ്തു ഗവേഷണ ഫലങ്ങളിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് പുരാവസ്തു ഗവേഷണ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെക്കുന്ന ആശയത. ആ ജനതയാണ് ആദ്യത്തെ ആളുകൾ. അവരായിരിക്കണം ആദ്യത്തെ ആളുകൾ. അല്ലെങ്കിലോ അവർക്ക് ശേഷം വന്ന കാനാനികളും അമൂറികളുമാണ് അവർ അവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവിനുള്ള അവശിഷ്ടങ്ങൾ ഫലസ്തീനിൽ നിന്ന് ലഭിക്കുന്നു പുരാവസ്തു ഗവേഷകന്മാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജൂതന്മാരവിടെ ഇല്ല, ജൂതന്മാരുണ്ടായിട്ടില്ല, ജൂതന്മാര് ജനിച്ചിട്ടില്ല. ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ട് ചരിത്രം നമ്മളൊന്ന് നോക്കണം. അതെവിടെ നിന്നാണ്? ക്രീറ്റ് ദ്വീപിൽ നിന്ന് വന്ന ജനതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈജിപ്തിൽ നടന്ന സോസീസ് യുദ്ധത്തിൽ റാംസിസ് മൂന്നാമൻ തടഞ്ഞു വെച്ച ഒരു ജനതയുണ്ട്, ചരിത്രത്തിൽ വായിക്കണം. ആ റാംസിസ് മൂന്നാമൻ ഫലസ്തീന്റെ തെക്ക് ഭാഗത്ത് താമസിക്കാൻ പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ച ഒരു ജനത. ആ തെക്ക് ഭാഗത്തെ അന്ന് വിളിക്കപ്പെട്ടിരുന്നത് പെലസ്റ്റ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ആ പ്രദേശത്ത് ജീവിച്ച ആളുകൾ എന്ന പേരിൽ പലസ്തീനികൾ എന്നവരറിയപ്പെടാൻ തുടങ്ങി. ആധുനിക പലസ്തീനികളുടെ പ്രപിതാക്കന്മാരെന്ന് പറയുന്നത് പലസ്ത് ദേശത്ത് ജീവിച്ച പലസ്തീനികളാണ്. അവർ യഹൂദന്മാരാണോ?
അവര് യഹൂദന്മാരാണോ? ഇനി വേണ്ട, ചരിത്രം മാറ്റിവെക്ക്, ബൈബിൾ എടുത്തു നോക്ക്, തോറ എടുത്തു നോക്ക്, പഴയ നിയമം എടുത്തു നോക്ക്. ഈ ഇസ്രായേലരാണോ, ഈ യഹൂദന്മാരാണോ ഫലസ്തീനിലെ പ്രപിതാക്കന്മാർ എന്നാണ് അവരവിടേക്ക് വന്നത്? അവരവിടേക്ക് വന്നതെന്ന മോശെ പ്രവാചകന്റെ കാലത്ത് ഈജിപ്തിൽ നിന്ന് അവര് ഫലസ്തീനിലേക്ക് അഭയാർത്ഥികളായി വന്നു. ആരാ യഹൂദന്മാർ എന്നാ ഫലസ്തീനിലേക്ക് വന്നത്? മോശെ പ്രവാചകന്റെ കാലത്ത്, മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് അവർ ഈജിപ്തിൽ നിന്ന്, ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട് ഫലസ്തീനിലേക്ക് അഭയാർത്ഥികളായി വന്നു. അഭയാർത്ഥിയായി വന്നവർ എങ്ങനെയാണ് തദ്ദേശീയരാവുന്നത്? അഭയാർത്ഥികളായി വന്നവർ എങ്ങനെയാണ് തദ്ദേശീയരാവുന്നത്? ഇനി ബൈബിൾ തന്നെ എടുത്തു നോക്കാം. എന്നാണ് യഹൂദന്മാർക്കൊരു രാജ്യം ഫലസ്തീനിൽ ഉണ്ടാകുന്നത്? യഹൂദന്മാർക്ക് രാജ്യം ഉണ്ടാകുന്നത് ക്രിസ്തുവിന് മുൻപ് 995 ക്രിസ്തു വർഷം 990, ക്രിസ്തുവിന് മുമ്പ് 995 പിന്നെ ശൗൽ എന്ന് പറയുന്ന, വിശുദ്ധ ഖുർആൻ താലൂത്ത് എന്നാ പരിചയപ്പെടുത്തിയത്, ബൈബിളിൽ ശൗൽ എന്നാ പറയാ. ആ ശൗൽ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ശേഷം ഇസ്രായേൽ ജനതയുടെ ഭരണമേറ്റെടുത്ത ദാവീദ് പ്രവാചകനാണ് ആദ്യമായി ഫലസ്തീനിൽ ഇസ്രായേലർക്ക് വേണ്ടി ഒരു രാജ്യമുണ്ടാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ സോളമൻ രാജാവായി. അവർ രണ്ടുപേരും കൂടി 90 വർഷം നീണ്ടു നിൽക്കുന്ന ഭരണം നടത്തിയെന്നാണ് ബൈബിൾ പറയുന്നത്. ശൗലാണ് രൂപീകരിച്ചത്. ശൗലാണ് ആദ്യത്തെ രാജാവ്. അദ്ദേഹത്തിൽ നിന്ന് ഭരണം ദൈവിക വാജ്ഞപ്രകാരം ദാവീദ് ഏറ്റെടുത്തു. ഇനിയോ എന്നാ ക്രിസ്തുവിന് മുമ്പ് 995. എന്നാൽ ഫലസ്തീന്റെ രേഖകൾ നോക്കിയാൽ ക്രിസ്തുവിന് മുമ്പ് 2600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാനാനികളും യബീസികളും അവരൊക്കെ തന്നെ ജീവിച്ചിരുന്നു ഈ ഫലസ്തീനിൽ. എന്ന് പറഞ്ഞാൽ ജൂതന്മാര് ആ മണ്ണിലേക്ക് വരുന്നതിന് 1600 വർഷം മുമ്പ്, 1600 വർഷം മുമ്പ് ആ മണ്ണിൽ ജീവിച്ച പൂർവികന്മാരുടെ രേഖകൾ ചരിത്രത്തിലുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, ചാനൽ ഡിബേറ്റുകളിൽ പറയാ, ചില ക്രിസംഗികൾ പറയാ, ആരാ ഫലസ്തീന്റെ പ്രപിതാക്കന്മാർ? പിന്നെ പറയുന്നത് എബ്രഹാമാണ്. എബ്രഹാം ഊറിൽ നിന്ന് വന്ന് ഫലസ്തീനിൽ പോയിട്ടുണ്ട്. അതെ, എബ്രഹാം പോയിട്ടുണ്ട്. എബ്രഹാം ആരാ? ഫലസ്തീനികളുടെ പൂർവ്വപിതാവാ, അല്ല ജൂതന്മാരുടെ പൂർവ്വപിതാവാണ്. അതുകൊണ്ട് എബ്രഹാമിന്റെ മകൻ ഇസ്ഹാഖ്, ആ ഇസ്ഹാക്കിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പരമ്പരകളാണ്, അദ്ദേഹത്തിന്റെ പരമ്പരകൾക്ക് അവകാശപ്പെട്ടതാണ് ആ ഭൂമി. ആണോ എങ്കിൽ അടുത്ത മനസ്സിലാക്കിക്കോ, ഇബ്രാഹിമിന് ബൈബിൾ പ്രകാരവും ഖുർആൻ പ്രകാരവും 2 മക്കളാ ഉള്ളത്. ഒന്നാരാ? ഒന്ന് യശ്മയേലാണെങ്കിൽ ഒന്ന് ഇസ്ഹാഖാണ്. ഒന്ന് ഇസ്ഹാഖാണെങ്കിൽ ഒന്ന് യശ്മയേലാണ്, ഇസ്മായിലാണ്. ആ ഇസ്മായിലിന്റെ പരമ്പരയാണ് അറബികൾ എന്ന് പറയുന്നത്. ആ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിന്റെ പരമ്പരയാണ് അറബികൾ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാക്കിന്റെ പരമ്പരയാണ് യഹൂദികൾ എന്ന് പറയുന്നത്. അതിൽ ഒരു മോന്റെ പരമ്പരക്ക് മാത്രം എങ്ങനെ വാപ്പയുടെ സ്വത്തിൽ അവകാശം ഉണ്ടാവും, മറ്റേ മോന്റെ പരമ്പരക്ക് അവകാശം ഇല്ലേ? ഇനി ഇബ്രാഹിം എന്ന് പറയുന്ന പിന്നെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ടാണ് ബൈബിളിന് ഈ ക്രിസംഗികൾക്കും അവകാശവാദത്തിന്റെ കച്ചിത്തുരുമ്പായി വെക്കാനുള്ളതെങ്കിൽ അറബികളും വരും ആ കച്ചിത്തുരുമ്പിൽ. അതുകൊണ്ട് ഒരു ന്യായവും ബൈബിൾ വെച്ച് നോക്കിയാലും ചരിത്രം വെച്ച് നോക്കിയാലും ഈ പറയുന്ന ഇസ്രായേലർക്ക്, യഹൂദന്മാർക്ക് അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ മണ്ണാണ് അത് എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ ന്യായമില്ല. അവർക്ക് മുൻപേ, അവരുടെ പൂർവ്വ പിതാക്കന്മാർ വരുന്നതിന് മുൻപേ 1600 വർഷങ്ങൾ അതിനു മുമ്പ് തന്നെ, അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ ജീവിച്ച ജനവിഭാഗങ്ങളുടെ, അമൂറികളുടെ, കാനാനികളുടെ, യബീസികളുടെ, അതുപോലെ നുതുഫിയൂനുകളുടെ എല്ലാം അവശിഷ്ടങ്ങൾ ആ മണ്ണിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ഇവിടെ ഇരുന്നിട്ട് ചരിത്രത്തെ വക്രീകരിച്ച് സംസാരിക്കുന്നത്. ഇനിയോ നമ്മൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങളെ കയ്യിൽ ഈ ഭൂമി എന്നാ വന്നത്? മുസ്ലിങ്ങളെ കയ്യിൽ ഈ ഭൂമി വന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്താ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്താ പിതൃഭൂമി പിന്നെ പിന്മുറക്കാർക്ക് കൊടുക്കുക എന്ന അവകാശവാദം പറഞ്ഞു വരുന്ന ആളുകൾ, ആ അവകാശവാദം പറഞ്ഞാൽ
അമേരിക്ക ആർക്ക് കൊടുക്കണം? റെഡ് ഇന്ത്യൻസിന് കൊടുക്കണം. ഇനി അമേരിക്കയിൽ ജീവിക്കുന്ന വെള്ളക്കാര് വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അമേരിക്കയുടെ ആദിമ നിവാസികളായിരുന്നു റെഡ് ഇന്ത്യൻസ്. അവര് നാളെ അവകാശവാദം പറഞ്ഞു വരിക, ഇവിടുത്തെ വെള്ളക്കാരൊക്കെ പോണം, ഭൂമി പിന്നെ പിതാക്കന്മാരുടെ ഭൂമിയാണ് ഞങ്ങളുടെ, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുമോ? ഇംഗ്ലണ്ട് ആർക്ക് കൊടുക്കണം? നിയോലിത്തിക് കർഷകർക്ക് കൊടുക്കണം. കാരണം എന്താ? അവരാണ് ആദ്യത്തെ ഭൂനിവാസികൾ. ഓസ്ട്രേലിയ ആർക്ക് കൊടുക്കണം? ഓസ്ട്രേലിയ അബോരിജിൻസിന് കൊടുക്കണം. കറുത്ത വർഗക്കാരാ. ഇന്ന് കാണുന്ന ഓസ്ട്രേലിയയിലെ വെളുത്ത വർഗക്കാരല്ല. അവർ വരുന്നതിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾ ജീവിച്ച, നൂറ്റാണ്ടുകൾ ആ മണ്ണിന്റെ അവകാശികളായി ജീവിച്ച അബോരിജിൻസ് അവർ തിരിച്ചു വന്നാൽ, അവരുടെ വംശപരമ്പരകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് തിരിച്ചു വന്നാൽ ഓസ്ട്രേലിയ കൈമാറ്റം ചെയ്യോ? വേണ്ട. ഇന്ത്യയിൽ നിന്ന് ആര്യന്മാരെ ഓടിപ്പിക്കാൻ പറ്റുമോ? ആര്യന്മാരാരാ? ഈ രാജ്യത്തെ ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ പിതൃത്വമുള്ള ആര്യന്മാരാരാ? ഇന്ത്യയുടെ ഹിസ്റ്ററി അനുസരിച്ച്, ഇന്ത്യ ചരിത്രം അനുസരിച്ച് ഇന്ത്യയിലേക്ക് മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് കടന്നു വന്ന വിദേശികളാണ് ആര്യന്മാർ. RSS കാരൻ ശരിക്കും പഠിച്ചോളണം ചരിത്രം. ഇന്ത്യയുടെ ചരിത്രം RSS കാരൻ ശരിക്കും പഠിച്ചോളണം. RSS കാരൻ പൂജിക്കുന്ന, RSS കാരൻ പൈതൃകമായി കൊണ്ട് നടക്കുന്ന ആര്യൻ ഈ മണ്ണിലേക്ക് കടന്നു വന്ന വിദേശിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇനിയോ നാളെ മുതൽ നമുക്ക് പാർലമെന്റിൽ ഒരു നിയമം പാസാക്കാം. എന്താ നിയമം? ആര്യന്മാര് വിദേശികളാണ്, അതുകൊണ്ട് അവരെ പറഞ്ഞയച്ച് ഈ മണ്ണിൽ ഓടിച്ചിട്ട് ദ്രാവിഡന്മാർക്ക് മാത്രമായിട്ട് ഈ ഭൂമി കൊടുക്കണം. പറ്റുമോ? ന്യായാണോ? നീതിയാണോ? ഇനി ബൈബിള് ദുർവ്യാഖ്യാനിച്ചിട്ട്, ചരിത്രം ദുർവ്യാഖ്യാനിച്ചിട്ട് ഈ ഫലസ്തീൻ യഹൂദന്മാരുടെ പൂർവ്വപിതാക്കന്മാരുടേതാണ് എന്ന് സ്ഥാപിച്ചാൽ തന്നെ ഈ രാജ്യങ്ങളോട് നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കും? അതേ നിലപാടല്ലേ സ്വീകരിക്കാൻ പറ്റൂ. പഴയ കാലത്ത് അല്ലെ ഇന്ത്യയുടെ ചില വിധികളുണ്ട്. ഇന്ത്യയിൽ വരുന്ന ചില വിധികൾ അത്ഭുതപ്പെടുത്തും. കാരണം എന്താ? ബാബരി മസ്ജിദിന്റെ വിധി നമ്മൾ കേട്ടതാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു പള്ളി മുസ്ലിമീങ്ങളുടേതാണ്. ബാബരി മസ്ജിദ് പള്ളി പൊളിച്ചത് ക്രിമിനൽ ഒഫൻസ് ആണ്. ഒരു കോടതിയുടെ വിധിയാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. ഇനിയോ പള്ളി മുസ്ലിങ്ങളേതാണ്, പള്ളി പൊളിച്ചത് ക്രിമിനൽ ഒഫൻസ് ആണ്, പള്ളി പൊളിക്കാൻ പ്രേരിപ്പിച്ചത് രാജ്യദ്രോഹമാണ്, പള്ളി പൊളിച്ചവർ കൊടുക്കണം. ഇതാണല്ലോ നമ്മൾ ഇന്ത്യയിലെ സുപ്രീം കോടതി വിധി. ഇതാ. പിന്നെ നമ്മൾ എന്താ മാനിച്ചത്? ഒരു രാജ്യത്തിന്റെ സുപ്രീം കോടതി വിധി അത് നടന്നിട്ടെങ്കിലും ഇവിടുത്തെ വർഗീയവാദികൾക്ക് വളരാനുള്ള മണ്ണും വളവും വെള്ളം ഒക്കെ ഇല്ലാതാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ പിന്നെ നിശബ്ദരായി. അതെന്തൊരു വിധിയാ! ഈ വിധി പുറപ്പെടുവിക്കുന്ന കാലത്ത് അല്ലെ, എന്റെ വീട് ഒരാൾ ആക്രമിക്കാണ്, കോടതിയിലെത്തി. കോടതി പറയാണ് വീട് സാലിഷിന്റേതാണ്, സാലിഷിന്റെ വീട് ആക്രമിച്ചത് പിന്നെ ക്രിമിനൽ ഒഫൻസ് ആണ്, കുറ്റകരമാണ്, അത് പിന്നെ വലിയ തെറ്റാണ്. പക്ഷേ വീട് ആക്രമിച്ചാൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നല്ല വിധി. ഇങ്ങനെ വിധിക്കുന്നവർക്ക് വേണമെങ്കിൽ ഫലസ്തീന്റെ കാര്യത്തിലും വിധിക്കാം. പക്ഷേ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ഈ വിധിയെപ്പറ്റി പറയാൻ പറ്റില്ല, ഈ വിധിയെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് ഈ വിധിയെ അനുകൂലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫലസ്തീൻ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് വെറുതെയുള്ള നിലപാടല്ല, മറിച്ച് മാനവിക പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാ. അത് ഈ ലോകത്ത് ഏത് ജനതയുടെ മണ്ണും വിണ്ണും ആര് അധിനിവേശപ്പെടുത്തിയോ ആ ശക്തികൾക്കെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ ശക്തികൾക്കെതിരാ, അതിലൊരു സംശയമില്ല. ആ ശക്തികൾക്കെതിരെ ലോകത്ത് മറ്റുള്ളവരുടെ മണ്ണിൽ കയറി ഭീകരാക്രമണങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും സംഘടിപ്പിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ചില ഉൽപ്പതിഷ്ണുക്കളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. ഹൂസികളെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവർ, അങ്ങനെ പലതിനെയും സപ്പോർട്ട് ചെയ്യുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഫലസ്തീൻ കോസിന്റെ ആത്മാർത്ഥത അന്വേഷിക്കാണ്. ഒരു സംശയവും വേണ്ട. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരൊറ്റ കുട്ടിയില്ലാതെ ഫലസ്തീനൊപ്പമാണ്.
ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പുള്ള ആരെങ്കിലും ഫലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ ഫലസ്തീനികൾക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ഈ സംഘടനയിൽ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. കാരണം ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒഫീഷ്യൽ നിലപാടാ. ഞാൻ ഇവിടെ വന്നിട്ട് പറയാ, എനിക്ക് ഫലസ്തീൻ വിഷയത്തിൽ എനിക്ക് ഫലസ്തീനുകളോട് യോജിപ്പില്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം മുജാഹിദ് പ്രസ്ഥാനം എന്നെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കും. കാരണം എന്താ? മുജാഹിദ് പ്രസ്ഥാനം ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിനെതിരെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു അംഗവും നിലപാട് സ്വീകരിക്കാൻ പ്രസ്ഥാനം സമ്മതിക്കില്ല. അപ്പൊ ഇനി സംശയം വേണ്ട, ഫലസ്തീൻ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അറിയുന്നവർക്ക് സംശയം വേണ്ട. എന്നാൽ ഹമാസിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായാലോ, അത് വ്യക്തിപരമായ പഠനമാണ്. അത്തരം പഠനങ്ങൾ പറയാൻ പാടുള്ള സമയവും പറഞ്ഞാൽ അവിവേകമാകുന്ന സമയവും മനുഷ്യന്മാര് തല കൊടുത്ത് ചിന്തിക്കണം. ഇതിപ്പോ പറയണോ പറയണ്ടേ, ഈ പഠനം നടത്തേണ്ട സമയമാണോ അല്ലേ, അതൊക്കെ മനുഷ്യന്മാർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം. ആ അഭിപ്രായത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവുക അത് വേറെ വിഷയം. ഫലസ്തീൻ കോസിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവുക എന്നത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം എന്നും ഫലസ്തീനൊപ്പമാണ് നിന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യുദ്ധക്കാർക്കെതിരെ നടത്തിയ പടയോട്ടത്തിലൂടെ ഖുദ്സ് വിമോചിച്ചപ്പോ, ഫലസ്തീൻ വിമോചിച്ചെടുത്തപ്പോ അന്നു മുതൽ മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്ന ഫലസ്തീനെ തട്ടിയെടുക്കാൻ വേണ്ടി, അവിടെ യഹൂദരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി കമാൽ പാഷയെ പോലെയുള്ള മുസ്ലിം ഭരണാധികാരികൾ ബ്രിട്ടനെ പോലെ, ഫ്രാൻസിനെ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകൾ, അവരെല്ലാം ഒന്നായി ആ മണ്ണിന്റെ മക്കളിൽ നിന്ന് വേർപ്പെടുത്തി പുതിയ ആളുകൾക്ക് ആ മണ്ണിലേക്ക് ഇടം കൊടുക്കുമ്പോ അതിന് മനുഷ്യത്വമുള്ളവർക്ക് അതിനോട് യോജിക്കാൻ കഴിയുമോ? ചുരുങ്ങിയതാലോചിക്ക, ഈമാനൊന്നും വേണ്ട, മനുഷ്യത്വമുള്ളവർക്ക് അതിനോട് യോജിച്ച് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് കുറച്ചാളുകൾ പിന്നെ വരികയാണ്. അവർ കേരളത്തിന്റെ വടക്കേ പ്രദേശത്ത് അവർ താമസം തുടങ്ങി. എന്നിട്ടോ അവർ ഓരോ ദിവസം അവരുടെ അതിരുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമോ അവർ പറയുന്നു, കേരളം ഞങ്ങളുടേതാണ്, മലയാളികൾ ഇവിടുന്ന് പോകണം. എന്നവർ പറഞ്ഞാൽ മലയാളികൾ തീരുമാനിക്കുകയാണ്, ഇല്ല, കേരളം ഞങ്ങളുടേതാണ്, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഈ വലിഞ്ഞു കയറിയവർ, ഈ വിദേശികൾ, അവർക്കെതിരെ ഞങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തും. അതിലെന്താ അത്ഭുതമുള്ളത്? ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മിതവാദി ഗ്രൂപ്പുകൾ ഉണ്ടാകും, ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തീവ്രവാദി ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അഹിംസയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നവരുണ്ടാകും. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ആയുധം ഉപയോഗിച്ചാകണം എന്ന് പറയുന്നവരുണ്ടാകും. എന്തേ പ്രശ്നം? അങ്ങനെ ഉണ്ടായാൽ എന്തേ പ്രശ്നം? ഇന്ത്യയിലില്ലാത്ത ലോകത്ത് കോളനികൾക്കെതിരെ, സാമ്രാജ്യത്വങ്ങൾക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയ ഏത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് ഈ രണ്ട് തരത്തിലുള്ള വീക്ഷണമുള്ളവർ ആ രാജ്യങ്ങളിൽ ഇല്ലാതിരുന്നത്? ഈ രണ്ട് തരം വീക്ഷണമുള്ളവർ ആ പോരാട്ടങ്ങളിൽ അവരുടേതായ നയനിലപാടനുസരിച്ച് പങ്കെടുക്കാത്തവരായിട്ട് വേറെ ആരാണുള്ളത്? അതുകൊണ്ട് മനസ്സിലാക്കിക്കോളണം, ഹമാസിനെ ഭീകരവാദ പട്ടികയിൽ, IS-ന്റെയും അൽ ഖായിദയുടെയും പട്ടികയിൽ എഴുതുക എന്നത് അനീതിയാണ്. ഹമാസ് അവരുടെ മണ്ണിൽ, അതിന്റെ ഉള്ളിൽ മാത്രം അവരുടെ മണ്ണ് വീണ്ടെടുക്കാൻ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുന്നവരാണ്. ആ പോരാട്ടത്തോട് നയപരമായ യോജിപ്പുണ്ടാകാം, പക്ഷേ പോരാട്ടം സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്. സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗിനോടും ഗാന്ധിക്കും ഗോഖലെക്കും വിയോജിപ്പുണ്ടാകാം, പക്ഷേ സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും രാജ്യദ്രോഹികളാണ്, ഭീകരവാദികളാണ് എന്ന്
ഗാന്ധിയുടെ ആളുകളും ഗോഖലെയുടെ ആളുകളും പറയാൻ പാടില്ല. അതാ വ്യത്യാസം, മനസ്സിലാക്കിക്കോ. അതാ വ്യത്യാസം. ആ വ്യത്യാസം മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായി തിരിച്ചറിയാം. ആ വ്യത്യാസത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായ നയനിലപാടുണ്ട്. അത് ലോകത്തോട് മുജാഹിദ് പ്രസ്ഥാനം വിളിച്ചു പറഞ്ഞ നിലപാടാണ്. പക്ഷേ അനവസരത്തിലെ സംസാരങ്ങൾ വേണമോ വേണ്ടയോ എന്ന് ആളുകളാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ ഭവിഷ്യത്തുകൾ അത് മനസ്സിലാക്കിയിട്ട് അത് തീരുമാനിക്കേണ്ടത് ആളുകളാണ് എന്ന് മാത്രമാണ് ആ വിഷയമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ സപ്പോർട്ടും ഫലസ്തീനികൾക്കുണ്ടാകണം. കാരണം ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്ന പ്രശ്നം നാളെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ്. ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്ന പ്രശ്നം നാളെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ്. സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് അവർ പടിയിറക്കപ്പെടുകയും രാജ്യത്തിന്റെ അതിരുകളിൽ, ആളില്ലാത്തുരത്തുകളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പണിത് അതിൽ അടക്കപ്പെടാനുള്ളവരാണോ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ എന്ന ചർച്ചകൾ ഭരണകേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യത്വത്തോടൊപ്പം നീതിയോടൊപ്പം നിലകൊണ്ടവർക്കാണ് പടച്ചവൻ നീതി കൊടുക്കുക. നീതിയോടൊപ്പം നിന്നവരാണ്, മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ പക്ഷത്ത് നിന്നവർക്കാണ് പടച്ചവന്റെ സഹായമുണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. മുജാഹിദുകൾക്ക് അതറിയാം. ഫലസ്തീൻ വിഷയത്തിൽ മുജാഹിദുകൾ ഫലസ്തീനികളോടൊപ്പം നിന്നിട്ടില്ലെങ്കിൽ അള്ളാഹു ചോദിക്കുമെന്ന, അള്ളാഹു നടപടി സ്വീകരിക്കുമെന്ന ബോധം മുജാഹിദുകൾക്കുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് ആ പേരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും വിവേകത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. തുച്ഛമായ സംഘടനാ താല്പര്യങ്ങളുടെ പേരിൽ മറ്റിതര സംഘടനകളോട് അനീതി പടരുന്ന രൂപത്തിൽ പ്രതിഷേധങ്ങളും അവർക്കെതിരെയുള്ള പ്രചരണങ്ങളും നടത്തുന്ന നീചമായ പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാന്യത പടച്ച റബ്ബ് ഈ രാജ്യത്തെ മുസ്ലിം സംഘടനകൾക്ക് നൽകുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പ് കൊണ്ട്, വെറുപ്പ് കൊണ്ട് അവർക്കെതിരെ എന്തു വൃത്തികെട്ട ആരോപണവും ഉന്നയിക്കാം. അത് ഉന്നയിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടതില്ല എന്ന് തെറ്റായി ധരിച്ച വിവരക്കേട് കൊണ്ട് നടക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു വിവേകവും ഈമാനും നൽകി അത്തരം ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രാജ്യത്ത് പ്രയാസം അനുഭവിക്കുന്ന, ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമാറാകട്ടെ. ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന, ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന, ഫലസ്തീനിൽ ഇസ്രായേലിന്റെ ദാരുണമായ മനുഷ്യാവകാശ ലംഘനം കൊണ്ട് അവരുടെ വംശീയ ഉന്മൂലന പദ്ധതികളുടെ ഭാഗമായി കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യർക്ക്, അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു ശുഹദാക്കളുടെ ദറജ നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിലെ പോരാളികൾക്ക്, അവരിലെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യമുള്ളവർക്ക് അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. മനുഷ്യത്വരഹിതമായ വംശീയ ഉന്മൂലനം നടത്തുന്ന അക്രമികളെ റബ്ബ് നിലക്ക് നിർത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ നിലക്ക് നിൽക്കുന്നില്ലെങ്കിൽ, അവർ പിന്തിരിയുന്നില്ലെങ്കിൽ, അവർ അക്രമത്തിൽ വിഹരിക്കുകയാണെങ്കിൽ റബ്ബ് അവരെ നശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവരെ ശപിക്കുമാറാകട്ടെ. റബ്ബിന്റെ ശിക്ഷ അവർക്ക് മേൽ ഇറങ്ങുമാറാകട്ടെ. ഭൂമിയിൽ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന മുഴുവൻ അക്രമികളെയും അല്ലാഹു നിലക്ക് നിർത്തുമാറാകട്ടെ. ദൈവികമായ ശാപം അവർ പിന്തിരിയുന്നില്ലെങ്കിൽ അവർക്ക് മേൽ വർഷിക്കുമാറാകട്ടെ. ദൈവികമായ ശിക്ഷ അവർ പിന്തിരിയുന്നില്ലെങ്കിൽ അവർക്ക് മേൽ വർഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മയെല്ലാം സത്യത്തിലും നേരിലും സഹിഷ്ണുതയിലും സഹവർത്തിത്വത്തിലും മാനവികതയിലും ഒരുമിച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.